എം ശ്രീ പദ്ധതിക്കെതിരെ SDPI വീടുകൾ കയറിയിട്ടാണ് പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ SDPIക്ക് എന്താണ് ഇത്ര ഒരു വിഷമം ഈ PM ശ്രീക്കെതിരെ? അല്ല, അത് ഒരു സ്വാഭാവികമായിട്ടുള്ള എതിർപ്പാണത്. കാരണം SDPIക്ക് ഒരിക്കലും PM ശ്രീയെയോ ഭാരതത്തെയോ അനുകൂലിക്കാൻ സാധ്യമല്ല. ഒരു പാരമ്പര്യ ശരിക്കതാണ്. SDPI എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താ? ഇന്നിപ്പോൾ എനിക്ക് ഒരു ഇടതുപക്ഷമായിട്ട് വലിയ സഖ്യത്തിലാണ്. ഉം. ഇടതുപക്ഷത്തിൻ്റെ സഖ്യത്തിലായിട്ട് അവരെന്താ ചെയ്തത്? അഭിമന്യുവിനെ കൊന്ന ആളുകൾ ഇവരാ. അഭിമന്യുവിനെ കൊന്നവരാണ്. അതേപോലെ ഇടതുപക്ഷത്തിൻ്റെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിൻ്റെ കൈവെട്ടി മാറ്റിയവരാണ്. അപ്പോൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സഖ്യകക്ഷികൾക്ക് ഇക്കാര്യത്തിൽ പങ്കിടുന്നുള്ള വളരെ വ്യക്തമാണ്. ഈ പറയുന്ന സഖ്യകക്ഷികൾക്കും ഇവർക്കും ഏത് കാര്യത്തിലാണോ എതിർപ്പുള്ളത്, ആ എതിർപ്പുള്ള കാര്യങ്ങൾ അവർ ഒന്നിച്ചവർ നിൽക്കുക. ഇപ്പോൾ PM ശ്രീ പദ്ധതി ഇവർ എതിർക്കുന്നുണ്ട്. എന്താ PM ശ്രീ പദ്ധതി എന്തിനാ എതിർക്കുന്നത്? അതിനെന്താ PM ശ്രീ എന്ന് പറഞ്ഞൊരു എംബ്ലം വയ്ക്കുക, അതിനാണ് ഇവർക്ക് എതിർപ്പ്. ഞാൻ വേറെ നോക്കിയിട്ട് ഇപ്പോൾ പ്രിയദർശിനിയുടെ പേരിൽ ഇവിടെ ബസ്സിൽ സ്ത്രീകളെ കയറ്റിക്കൊണ്ടുണ്ടല്ലോ, അതിനകത്ത് എന്താ ഏർപ്പാട്? പ്രിയദർശിനി ആരാ? ഇന്ദിരാഗാന്ധി ആരാ? ഇന്ത്യ ഭരിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് 21 മാസക്കാലം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അന്തകയായിരുന്നു ആ സ്ത്രീ. എന്ന് മാത്രമല്ലേ, നിരവധി തെളിവുകൾ എൻ്റെ ഉണ്ടല്ലോ. ഞാൻ വേറൊന്ന് പറയട്ടെ, ഇന്ത്യയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊന്ന് ഒരു വീട്ടുകാരനൊരു മാസം 800 ഗ്രാം അരി കൊടുത്ത് 2 ഔൺസ് അരി കൊടുത്തു എന്ന് പറഞ്ഞ് മലയാളം ദിനപത്രം അയച്ചു നോക്കട്ടെ. 1973 ദിനപത്രം, എൻ്റെ ഓർമ്മ നവംബർ മാസത്തിലാണ്, 73-74 പത്രം. ആ പത്രത്തിലേക്ക് ഇതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. അങ്ങനെ നാമമാത്രമായിട്ടുള്ള അരി കൊടുത്ത് കേരളത്തിലെ ആളുകളെ പട്ടിണിക്കിട്ട്, അന്ന് EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കിയിട്ടുള്ള സ്ത്രീയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധി വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, മുഴുവൻ ചെറുപ്പക്കാരും പിടിച്ച് വന്ധ്യംകരിച്ചു. ലക്ഷക്കണക്കിന് യുവാക്കളെയാണ് ഇന്ത്യയിലെമ്പാടും ഒരു വന്ധ്യംകരിച്ചത്. ഇന്ന് മാത്രമല്ല, അവർ ഒറീസയിലും ബീഹാറിലും ഒക്കെ തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ആപ്ലിക്കേഷൻ്റെ കൂടെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി വെക്കണമായിരുന്നു. ഇതില്ലാന്ന് കോൺഗ്രസ്സുകാരൻ പറയട്ടെ. ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ പേര് ബസ്സുകൾ വയ്ക്കുന്നതിന് വിരോധമില്ല. മറിച്ച് PM ശ്രീ എന്ന് പറയുന്ന സമയത്ത് ഒരാളുടെ പേരില്ല, അവിടെ നരേന്ദ്രമോദിയുടെ ചിത്രമില്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്നുള്ള പേര് പറയുന്നില്ല. PM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇവർക്ക് വിരോധം? എന്താണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടാണ് അവർക്ക് വിയോജിപ്പുള്ളത്, അതിനോടാണ് അവർക്ക് എതിർപ്പുള്ളത്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നാലും ഇവർ എതിർക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ എതിർക്കുന്നതിൻ്റെ പേരിൽ PM ശ്രീയുടെ പേരിൽ ഒരു എംബ്ലം പോലും കൊടുക്കുന്നതിന് ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇവർ എവിടെ കയറിയിട്ട് SDPI കയറിയിട്ട് വീട് സമ്പർക്കം എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് ഏതൊക്കെ വീട്ടിലെ കയറാൻ പറ്റുക? ഇസ്ലാമിക തീവ്രവാദികളുടെ വീടുകളിലാണ് ഇവർ കയറുക. ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിങ്ങൾ തീവ്രവാദികളിൽ പെടുമോ? ലീഗിൽ പെട്ടുള്ള ആളുകൾ തീവ്രവാദികളിൽ പെടുമോ? അവർ പെടുന്നില്ലല്ലോ. മറിച്ച് മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കാത്ത മുസ്ലിങ്ങളുണ്ട്. ഒരു 71 ജാതിയാണ് മുസ്ലിങ്ങളുള്ളത്. അതിനകത്തൊരു 4-5 ജാതിക്കാർക്കൊക്കെ ലീഗിൽ അംഗത്വം കൊടുക്കും, ബാക്കി 10-60 ജാതിക്കാർക്ക് അംഗത്വം കൊടുക്കില്ല. അംഗത്വം കൊടുക്കാത്ത മുസ്ലിം വീടുകളിൽ കയറിയിട്ട് പ്രചരണം നടത്തുന്നവരാണ് SDPI. അതിനകത്തെന്താ സംശയമുള്ളത്? ഇതൊരു നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയല്ലേ. അങ്ങനെയുള്ള PM ശ്രീ പദ്ധതിയില്ലേ, ഇത് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ട ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളാണ് ഇവര്, ഈ പറയുന്ന മറ്റേ SDPI. നമ്മൾ വേറെ ആലോചിച്ച് നോക്കല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില ആളുകൾ ഇവർ കൊന്നിട്ടുണ്ട്. ഇപ്പൊ അഭിമന്യുവിനെ കൊന്നു. എന്താ അഭിമന്യുവിനെ കൊല്ലാനുള്ള കാരണം എന്താ? അഭിമന്യുവിന്റെ ലാസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിന്ദുക്കളുടെ പേരിൽ RSSനെ മറ്റേ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ചില ആളുകൾ ചില വർക്ക് നടത്തുന്നുണ്ട്, അത് മൊത്തം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നടപടിയാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളാണ് ഇദ്ദേഹം, അഭിമന്യു. അതിൻ്റെ പേരിലാണ് അയാളെ കൊല്ലുന്നത്. അയാൾ വിളിച്ചു വരുത്തുന്നവരാ, ഒരു SFIയുടെ നേതാവാണ് വിളിച്ചു വരുന്നത്. അയാളുടെ പേരെന്താ? അയാളുടെ പേര് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന ആൾ ടെലിഫോൺ ചെയ്തിട്ട് ഈ പറയുന്ന ഇയാളെ വിളിച്ചു വരുത്തുന്നു, മറ്റേ അഭിമന്യുവിനെ വിളിച്ചു വരുത്തുന്നു, ഇവിടെ എത്തുന്നു, SDPIക്കാരുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുന്നു. ഈ പറയുന്ന നേതാവ് അവിടെ നിന്ന് തിരോധാനം ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന പയ്യൻ അവിടെ കിടന്ന് പിടഞ്ഞു വീണ് മരിക്കുന്നു. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഒരു കേസുണ്ട് അതിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അയാളുടെ അമ്മ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? ഇവർ പ്രധാനപ്പെട്ട ആവശ്യം എന്താ? അവരുടെ ആവശ്യം, SDPIക്കാരുടെ ആവശ്യം, അഭിമന്യുവിന്റെ കേസിൽ പ്രതികളെ വിചാരണ ചെയ്യുന്നത് നീട്ടിവെക്കണം പോലും. എത്ര കൊല്ലം ഇപ്പൊ തന്നെ? 8 വർഷം കഴിഞ്ഞു. 2018 ജൂൺ മാസം 2-ാം തീയതി നടന്ന സംഭവത്തെ കുറിച്ചിട്ട് 8 വർഷം കഴിഞ്ഞതിന് ശേഷം വിചാരണ നടത്താൻ പാടില്ലെന്ന് SDPI ആവശ്യപ്പെടുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി SDPI തമ്മിലുള്ള ഒരു കൂട്ടുകക്ഷിയുടെ അജണ്ട തന്നെയാണ്. ഈ അജണ്ടയുടെ പുറത്താണ് പറയുക. ഇപ്പൊ നമുക്ക് വേറെന്നറിയാലോ, ഇപ്പൊ ജോസ് മോഹന്റെ കൈവെട്ടി. ആരാ വെട്ടിയത്? പോപ്പുലർ ഫ്രണ്ടുകാര്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ SDPIയുടെ രാഷ്ട്രീയമല്ലാത്ത വിഭാഗം. ഈ പറയുന്ന ആൾ കൈവിട്ടാൻ എന്താ കാരണം? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബിയുടെ വിഖ്യാതമായിട്ടുള്ള, അന്ന് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹത്തിന് വിഖ്യാതമായിട്ടുള്ള പ്രസംഗം ഉണ്ടായിരുന്നു. രൂപത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പൈസ എന്നാണ്, അതിരൂപത ഒരുപാട് പണം തരണം എന്നാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന CPM ഗുരുവായൂർ MLA പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചത് അത് MA ബേബിയാണ്. ഇത് കേട്ടിട്ട് ജോസ് മാഷ് പാവം ധരിച്ചുപോയി, ഈ പറയുന്നത് ശരിയാന്നാ ധരിച്ചത്. ആ ശരിയാന്ന് ധരിച്ചിട്ട് PT കുഞ്ഞുമുഹമ്മദിന്റെ പുസ്തകത്തിന്റെ ഒരു ഭാഗം എടുത്ത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നു. അവസാനം അത് ചിലരുടെ ഹാലളകാണ്, ജിഹാദികളുടെ. അവർ അദ്ദേഹത്തെ പിടിക്കുന്നു, അദ്ദേഹത്തിന്റെ കൈ വെട്ടിക്കളയുന്നു, അദ്ദേഹത്തിന്റെ മകൻ 1ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചിറക്കുന്നു, അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, നിരവധി മാസങ്ങളോളം ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ജോസഫ് മാഷിന്റെ ഭാര്യ നിവൃത്തികെട്ട് സലോമി എന്ന് പറയുന്ന ആ പറയുന്ന എന്ന സ്ത്രീ, അവർ മധ്യവയസ്കയായിട്ടില്ല ആ സമയത്ത്, അവര് പോലും നിവൃത്തിയില്ലാതെ കണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഈ പള്ളിക്കാരും SDPIക്കാരും എല്ലാം തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് സംഭവം ഉണ്ടായത്. മറ്റേ എനിക്കറിയാം, ഇവിടെ കോതമംഗലത്തെ ആ ബിഷപ്പുണ്ട്, ഈ ബിഷപ്പിന് കാര്യത്തിൽ പങ്കുണ്ട്. അയാൾ ധൈര്യം ഉണ്ടെന്ന് അന്വേഷണം നടത്തട്ടെ. കാരണം ഈ കാര്യത്തിൽ ജോസഫ് മാഷിന്റെ ഭാര്യയുടെ മരണത്തിൽ ഇവർക്കൊക്കെ പങ്കുണ്ട്. ഇതൊക്കെ SDPIക്ക് വേണ്ടി ചെയ്യുന്ന ചില പരിപാടികളാണ്. SDPI ആണ് പ്രധാനമായിട്ട് ഇതിന്റെ പിന്നിലുള്ളത്. അങ്ങനെയുള്ള SDPI നിരവധി കാര്യങ്ങൾ ഇന്ത്യാവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ പഴയ കാലത്ത് സിമി അവർ വേറൊരു വിഭാഗമായിരുന്നു, NDF അവരൊരു വിഭാഗമായിരുന്നു. ഇങ്ങനെയുള്ള നിരവധി വിഭാഗങ്ങൾ രൂപാന്തരം പ്രാപിച്ച് അവസാനം അത് പോപ്പുലർ ഫ്രണ്ടിലേക്കും, ഇന്ന് പോപ്പുലർ ഫ്രണ്ടും ഇല്ലാതായ സമയത്താണ് രാഷ്ട്രീയ പാർട്ടി മാത്രം മതിയെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അത് SDPI ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതൊക്കെ കാണിക്കുന്ന ശരിക്ക് ഇന്ത്യാവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രചാരം കൊടുക്കുന്നവരാണ് SDPI. അങ്ങനെ ഇന്ത്യയാണ് ഇവരുടെ മുഖ്യമായിട്ടുള്ള ശത്രു. ആ ഇന്ത്യ മുഖ്യമായിട്ടുള്ള ശത്രു ആയതിൻ്റെ പേരിലാണ് അവർ ഇത്തരം പ്രചരണങ്ങൾ നടത്തും. സ്വാഭാവികമായിട്ട് PM ശ്രീ പദ്ധതി അവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. നാഷണൽ ഹൈവേ വന്ന സമയത്ത്, പൈപ്പ് ലൈനിൻ്റെ ഇതിൻ്റെ റോഡുകൾ LNGയുടെ ഇത് വന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ സമരം ചെയ്ത ഇവരാണ്. മലപ്പുറം ജില്ലയിൽ വലിയ സമരം നടത്തി. എന്താ, ഞങ്ങൾ LNGയുടെ പൈപ്പ് ലൈൻ അതിൽ കൂടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സാധാരണ ജനങ്ങൾക്ക് ജാതി മത വ്യത്യാസമില്ലാതെ കണ്ട് സമസ്ത ജനങ്ങൾക്കും അവരുടെ വികാസത്തിന് വേണ്ടിയിട്ട്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സർക്കാർ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചാൽ അതിനെ തടയലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. SDPIയുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാനെ പോലെയാവണം, ഇന്ത്യ ബംഗ്ലാദേശിനെ പോലെയാവണം, ഇന്ത്യ ഇറാനെ പോലെയാവണം, ഇന്ത്യ ഇറാഖിനെ പോലെയാവണം എന്ന് വെച്ചാൽ അതേപോലെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ കൂടി മാറണം എന്നാണ് ഇവരുടെ ആഗ്രഹം. ഇതൊരു കാരണവശാൽ അംഗീകരിക്കില്ല. ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്ന പ്രസ്ഥാനം അതിശക്തമായുള്ള പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവർക്ക് ഇക്കാര്യത്തിൽ നടപടി എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, പഴയ അബൂബക്കറൊക്കെ ഉണ്ട്. അബൂബക്കറൊക്കെയാണ് ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളും ഒന്നാണെന്നൊക്കെ പറഞ്ഞാൽ സച്ചാർ കമ്മീഷൻ്റെ പേരിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താളാ. ഇന്നിപ്പോൾ അയാളൊക്കെ അവിടെ തിഹാർ ജയിലിൽ കിടന്ന് ഉണ്ടെന്ന് തന്നെയാണ്, ഗോതമ്പുണ്ട. അത് ഇന്നുകൊണ്ടിരിക്കാൻ കാരണം എന്താണെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഇപ്പം നമുക്കറിയാം, എറണാകുളം ജില്ലയുടെ ചില ഭാഗത്തൊക്കെ അതുണ്ട്. ഞാൻ പെരുമ്പാവൂർ മാത്രമല്ല, എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇന്ന് പത്രത്തിൽ ചില വാർത്തയൊക്കെ ഉണ്ട്. പള്ളുരുത്തി ഭാഗത്തൊക്കെ തന്നെ, ഈ പള്ളുരുത്തി ഭാഗത്തൊക്കെ തന്നെ ഒരു കാലത്ത് ഈ കുന്തിരിക്കവും മലരും അവലും മലരും കരുതിക്കോളാൻ പറഞ്ഞ ആളുകളൊക്കെ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ആ പിള്ളേർ പള്ളുരുത്തിക്കാരാണ്, തങ്ങൾ നഗരിൽ താമസിക്കുന്നവരാണ്. അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച ആളുകളും അവിടെ തന്നെ താമസിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ മുതിർന്ന ആളുകൾ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നു, അവർ തോളിലിരുത്തുന്നു, അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നു, ആ മുദ്രാവാക്യം മറ്റുള്ളവർ ഏറ്റുപിടിക്കുന്നു. പക്ഷെ മുദ്രാവാക്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അത് കുട്ടികളുടെ തലയിൽ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കുട്ടികളെ കൊണ്ടുപോലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിവുണ്ടാക്കുന്നു. പള്ളുരുത്തി തന്നെ ആണെന്നാൽ വേറെ സംഭവമുണ്ട്. ചില വിദ്യാലയങ്ങളിൽ, ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റ് വിദ്യാലയത്തിലാണ് നടന്നത്, അവിടുത്തെ പെൺകുട്ടികൾ ധരിക്കേണ്ട യൂണിഫോം അവർ ധരിക്കാൻ തയ്യാറില്ല, മറിച്ച് അവർ ഹിജാബ് ധരിക്കണം എന്നാണ് അവരുടെ ആവശ്യം. അത് മാനേജ്മെൻറ്റ് എതിർക്കുന്നു. അവസാനം മാനേജ്മെൻറ്റിനെതിരായിട്ട് അതിശക്തമായിട്ട് സമരം നടത്തുന്നു. അതിനകത്ത് PTA അടക്കമുള്ള ആളുകൾ അതിന് അവർ മാനേജ്മെൻറ്റ് കൂടെ നിൽക്കുന്നു. പക്ഷേ ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചില ആളുകളൊക്കെ തന്നെ ഈ കാര്യത്തിൽ ഇവരെ പിന്താങ്ങുന്നു, SDPIന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ മതത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെയും കുട്ടികളെയും അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഒരു ചേരിതിരിവിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നതിൽ SDPI വലിയ പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് അവർ PM ശ്രീ പദ്ധതിക്കെതിരായിട്ട് അവരെന്തെല്ലാം പബ്ലിസിറ്റി കൊടുത്താലും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ, വിശേഷിച്ച കേരളത്തിലെ ജനങ്ങൾ, അവരേതെല്ലാം തരത്തിൽ പ്രചരണം കൊടുത്താലും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ, കേരളത്തിലെ സാധാരണ ജനങ്ങൾ, അക്ഷരാഭ്യാസമുള്ളവർ
അവർ ഈ വിഷയം അവർ തിരിച്ചറിയും. അവർക്ക് SDP എന്താണെന്നുള്ള അറിയാം. അല്ല, ഇത് ഇപ്പോൾ SDPIയുടെ PM ശ്രീ എതിർക്കുന്ന 2 കക്ഷികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CPMഉം SDPIയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ആ ഒരു ബന്ധം കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ 2 പേരും ഒരേ രീതിയിൽ PM ശ്രീ എതിർത്ത് പോകുന്നു. PM ശ്രീ ഇവിടെ സമ്മതിക്കില്ല. അതിന് മറ്റ് ചില പ്രചരണങ്ങൾ കൂടി വീട്ടിൽ കയറി നടത്തുന്നുണ്ട്. ഈ കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ അങ്ങനെയും നടത്തുന്നുണ്ട്. രണ്ടുമാണ്. ഒന്ന്, ഇത് നമുക്കിവിടെ തടയണം. അതിൻ്റെ അപ്പുറത്തേക്കും ചില പ്രചരണങ്ങളും കൂടെയാണ് ഇവരുടെ അല്ല, ലക്ഷ്യം അവർക്ക് ആ വരുന്നത്. പ്രചരണം നടത്താനുള്ള അധികാരമുണ്ട്. അവർ പ്രചരണം നടത്തുന്നത് മിക്കവാറും തീവ്രവാദ വീടുകളിലാണ്. തീവ്രവാദ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വീടുകളിൽ മാത്രമേ പ്രചരണം ഉണ്ടാവുള്ളൂ. മറ്റുള്ള സ്ഥലത്തും പ്രചരണം ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിലെ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധരിച്ചാലും കൊള്ളാം, കോൺഗ്രസ്സുകാരൻ ധരിച്ചാലും കൊള്ളാം, ആര് ധരിച്ചാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എതിരാണ്. അതുകൊണ്ട് SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല, ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.